ഇപ്പോൾ പി.കെ. ശ്രീമതി ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ അടക്കം CS സുജാത അടക്കം ബൃന്ദാക്കാരാട്ട് അടക്കമുള്ള നേതാക്കൾ അവിടെ നേരിട്ട് കണ്ട് സിസ്റ്റർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്, അവരെ ആശ്വസിപ്പിച്ചാണ്. ഇതാ ഇപ്പോൾ ആശ്വാസമായ ഒരു വാർത്തയെത്തുന്നു, അവർക്ക് ജാമ്യം. ശ്രീമതി ടീച്ചർ, ജാമ്യം കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 9 ദിവസം അവര് അവിടെ ദുർഗ് സെൻട്രൽ ജയിലിലെ ശിക്ഷിക്കപ്പെട്ട തടവുകാരോടൊപ്പമുള്ള ഒരു സെല്ലിലാണ് അവർ കിടന്നത്. ഞാൻ ഇന്നലെ സൂപ്രണ്ടിനോട് ചോദിച്ചു, ഇങ്ങനെ ഈ വനിതകളുടെ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട വനിതാ തടവുകാരോടൊപ്പമാണോ, സ്ത്രീകളോടൊപ്പമാണോ ഈ റിമാൻഡ് ചെയ്യപ്പെട്ടവർ കിടത്തുന്നത്? ശരിയല്ലല്ലോ. അവര് യഥാർത്ഥത്തിൽ നിരപരാധികളാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ അവര് കോടതി ഒന്നും പറയാത്ത സാഹചര്യത്തിൽ അവരെ ശിക്ഷിക്കപ്പെട്ട ഭാഷയൊന്നും ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഏത് രീതിയിലുള്ളവരാണെന്ന് നമുക്കറിയില്ല. അവരോടൊപ്പമാണ് ഈ 9 ദിവസവും കഴിഞ്ഞ് ആ മാനസിക പ്രയാസം. യഥാർത്ഥത്തിൽ അവര് ഉറങ്ങാത്ത കാളരാത്രികളായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവര് ശരിക്കും പറഞ്ഞാൽ മലയാളം അവരെ പറയാൻ അനുവദിച്ചിരുന്നില്ല. അവർക്ക് എന്തെങ്കിലും പറയാൻ ഹിന്ദിയിൽ അറിയാത്തതുകൊണ്ടല്ല, ഹിന്ദി ഞങ്ങൾക്കത്ര വശമില്ലാത്തത് കൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. പക്ഷെ ചെറുതായിട്ട് അവർ സൂചിപ്പിക്കുകയുണ്ടായി, ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളാണ് കടന്നുപോയത്, ശരിക്കും ഉറങ്ങാത്ത കാളരാത്രികളായിരുന്നു ഞങ്ങൾക്ക്, ഭക്ഷണവും മറ്റു കാര്യങ്ങളൊന്നുമല്ല, മനസമാധാനത്തോടെയല്ല അവരവിടെ കഴിഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പൊ ജാമ്യം കിട്ടി എന്നുള്ളത് ശരിയാണെങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത അവിടുത്തെ ഒരു സ്ത്രീയുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാക്ഷസ മനോഭാവം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ അത് ആ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയിലാണ്. ജ്യോതി ശർമ്മയല്ല അവർ, ശരിക്കും പറഞ്ഞാൽ ഒരു ജ്യോതി രാക്ഷസിയെ പോലെയാണ്. അത് ആരെയും മർദ്ദിക്കും, പോലീസുകാരുടെ മുൻപിൽ വെച്ച് മർദ്ദിക്കുക, പോലീസുകാരുടെ മുൻപിൽ വെച്ച് അട്ടഹസിക്കുക, പോലീസുകാരുടെ മുൻപിൽ വസ്ത്രം പിടിച്ചു വലിക്കുക, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഞാൻ നേരിട്ടിപ്പോ വീഡിയോയിൽ തന്നെ കണ്ടു. നമ്മുടെ വന്ദന സിസ്റ്ററെ ഭീഷണിപ്പെടുത്തുകയാണ് അവര്. കയ്യേറ്റം ചെയ്യാൻ നോക്കി, പക്ഷെ എന്തോ സിസ്റ്റർ എന്തുകൊണ്ടാണെന്നറിയില്ല, അതിന്റെ ഒന്നിച്ചുള്ള പെൺകുട്ടികളെയും ആ ഒരു ചെറുപ്പക്കാരനെയും വളരെ ക്രൂരമായിട്ടാണ് അവരെ മർദ്ദിച്ചത്. പോലീസിന് പകരം പോലീസ് ഒന്ന് കാഴ്ചക്കാരാക്കി നിൽക്കുകയും ഈ സ്ത്രീയും അവരോടൊപ്പമുള്ള ബജ്രംഗ് ദൾ സേനയും എന്ന് പറയുന്നവര് ഇടപെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടുള്ള ഫാസ്റ്റർമാരും ഒരുപാട് വീഡിയോസ് ഞങ്ങളെ കാണിച്ചു. ഇതാണ് ഇവിടെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റിൽ, BJP ഭരിക്കുന്ന സ്റ്റേറ്റിൽ നടക്കുന്നത്. ഇത്രയും ക്രിസ്ത്യൻ വിരോധം മുസ്ലിം വിരോധം പോലെ തന്നെ കത്തിയാളുന്ന സ്റ്റേറ്റുകളായിട്ട് നോർത്ത് ഈസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് അതിഭീകരമാണ്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപകടകരമാണ്. ജീവന് രക്ഷയില്ലാത്ത, ഒരു സ്വസ്ഥതയും സ്വൈര്യവും സുരക്ഷിതത്വവും ഇല്ലാത്ത രാജ്യമായിട്ട് നമ്മുടെ രാജ്യത്തെ മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഭരണകൂടമാണ്. കേന്ദ്ര സർക്കാർ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവരെ പിറ്റേ ദിവസം വിടാമായിരുന്നു. കന്യാസ്ത്രീകളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുകയും എന്നിട്ട് കന്യാസ്ത്രീകളെ ജയിലിൽ കിടത്തുകയും ചെയ്യുന്ന ഈ ഇരട്ട നയം സ്വീകരിക്കുന്ന BJP ഗവൺമെന്റിന്റെ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും അമിത്ഷാ ആയാലും അവർ തന്നെ ഉത്തരം പറയണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എപ്പോഴും വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? ഇവരുടെ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലല്ല, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിലും അത് തന്നെ. അമിത്ഷാ തന്നെ പറഞ്ഞു, ഞങ്ങൾ കന്യാസ്ത്രീകളോടൊപ്പമാണ്, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, NIAക്ക് വിട്ടത് തെറ്റായിപ്പോയി, പ്രോസിക്യൂഷനും സർക്കാരും അവരോടൊന്നിച്ചു നിൽക്കും. ഇന്നലെ തന്നെ അവരെ വിടുവിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് വിടുവിച്ചില്ല? കുറച്ചുകൂടി കിടക്കട്ടെ എന്ന അവരുടെ മനോഭാവം. അവിടുത്തെ ബജരംഗ് ദളാണ് അവരെ കാര്യങ്ങൾ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവർ പറയുന്നതനുസരിച്ച് ചെയ്യുക എന്ന ഇങ്ങനെയാണെങ്കിൽ ഒരു ഗവൺമെന്റ് വേണോ? ആവശ്യമുണ്ടോ? ഗവൺമെന്റ് അല്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബജരംഗ് ദൾ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട രാക്ഷസിക മനോഭാവമുള്ള മതവിരോധം വെച്ച് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരെ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും എന്ന മനോഭാവത്തോടുകൂടിയാണ്. ഏതായാലും അവര് ജയിൽ വിമോചിതരായി എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ആ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ, എനിക്ക് പറയാനുള്ളത്, ഇത് ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് കാണരുത്. എല്ലാം പുറത്തു വരുന്നില്ല. ഇവിടെ കേരളത്തിലുള്ള നമ്മുടെ ക്രിസ്ത്യൻ മിഷണറീസ്, നമ്മുടെ ബഹുമാന്യരായ ബിഷപ്പുമാരും അതുപോലെ അവരോടൊപ്പമുള്ള സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ ഇങ്ങനെ ഒന്ന് മൗനം ദീക്ഷിച്ചൂടാ? കുറച്ചുകൂടി ഇനി ഈ മതേതരത്വത്തിന് വെല്ലുവിളിയായിട്ട് വരുന്ന ഏത് പ്രശ്നത്തോടും അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഉയർന്നു വരാൻ, കേരളത്തിലെങ്ങും ഉയർന്നു വരാൻ തീരുമാനമെടുക്കേണ്ടത് തീർച്ചയായും ക്രിസ്ത്യൻ മിഷണറീസിന്റെ ഭാഗത്തു നിന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, ഇന്ത്യയിലെ മതേതരത്വത്തെ പോർലേൽക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ചേരാൻ
കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മതേതര വിശ്വാസികളും ഉണ്ടാവും. ഈ രാജ്യത്ത് ഏറ്റവും വലിയ കളങ്കമുണ്ടാക്കി ചേർത്ത് തീർത്തതാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റും അവരെ ജയിലിലടക്കലും, അകാരണമായിട്ട് ജയിലിലടക്കലും. ഇതിനെയെങ്കിലും ഒരു സ്റ്റാൻ സ്വാമി ഉണ്ടാവാതിരിക്കാൻ ഇടയാകത്തക്ക വിധത്തിൽ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും തന്നെ, മതമേധാവികൾ ഉൾപ്പെടെ അതിശക്തമായിട്ട് വർഗീയതക്കെതിരെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും വേണ്ടി ഒന്നിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ടീച്ചർ, ഒരു കാര്യം കൂടി, ഈ ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് കൂടി ക്രൈസ്തവ സഭയിലെ എല്ലാവർക്കും ബോധ്യമാകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ കേസ് ഇപ്പോൾ ജാമ്യം ലഭിച്ചു എന്നത് ശരിയാണ്, പക്ഷേ അത് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ഈ അടിസ്ഥാനരഹിതമായ കേസ് തന്നെ ഇല്ലാതാക്കേണ്ടതില്ലേ? അതല്ലേ അവരോട് ചെയ്യാവുന്ന പൂർണ്ണമായ നീതി? അതെ, തീർച്ചയായും നിങ്ങൾ പറഞ്ഞതാണ് അതിന്റെ ശരി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഇത് ജാമ്യം കിട്ടുക എന്നുള്ളത് കോടതിയിലായി അതല്ലല്ലോ. അവര് വെറുതെ വിടുവിക്കാൻ ഗവൺമെന്റ് വിചാരിച്ചാൽ സാധിക്കും. ഗവൺമെന്റിന്റെ നയം എന്താണെന്ന് നോക്കിയാണല്ലോ പല ദിക്കിലും ഇപ്പോ ജഡ്ജ്മെന്റ് വരുന്നത്. അത് ഗവൺമെന്റ് നിലപാട് ദീർഘമൂർച്ചയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള നിലപാട് തന്നെ എടുക്കുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോ അവര് വെറുതെ വിടുവിക്കണം. അവരെന്ത് തെറ്റ് ചെയ്തു? ആ പെൺകുട്ടികൾ പുറത്തു വന്നിട്ട് പരസ്യമായി പറഞ്ഞു, ഞങ്ങള് തന്നെ മുൻകൈ എടുത്താണ് ഞങ്ങൾ പോകുന്നത്, ആരും ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല എന്ന് അവര് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അവരെ ഈ ജയിലിലടച്ച് ഇത്രയും 9 ദിവസം ജയിലിലടച്ചത്? ഇതിനുള്ള മറുപടി അവർ പറയേണ്ടി വരും. ബി ജെ പിക്കാരെ മാത്രമല്ല, അവിടെ തന്നെയുള്ള ചില ഫാദർമാർക്ക് ഭീതി കൊണ്ടും ഒരുപക്ഷെ ഭീരുത്വം കൊണ്ടും ഇതിനൊന്നും എതിരെ വേണ്ടത്ര പ്രതികരിക്കാൻ കഴിയാത്ത കുറെ ആളുകളുണ്ട്. എന്നാൽ നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരുണ്ട്. ഒരു പാസ്റ്ററെ ഞാൻ കണ്ടു, അദ്ദേഹം നടത്തുന്ന ഒരു സ്കൂളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 1500 1300 കുട്ടികളെടുക്കുക. ഇപ്പോ ഈ ബജറംഗ് ദളിന്റെ ഇടപെടലോടുകൂടി ആ സ്കൂളിൽ ഇപ്പൊ 300 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അറിയാമോ? ഇതാണ് സ്ഥിതി. അവരാരും ക്രിസ്ത്യൻസ് ഒന്നുമല്ല, അവരുടെ വീട്ടിൽ നിന്ന് വന്ന കുട്ടികളൊന്നും ക്രിസ്ത്യനും ആയിട്ടില്ല. അവരെ പഠിപ്പിച്ച് നല്ല മിടുമിടുക്കരായിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാതെ മതവിരോധം വെച്ച് മതസ്ഥാപനങ്ങളെയും പള്ളികളെയും എല്ലാം ആക്രമിക്കുക, അത് കടന്ന് ഇപ്പൊ വ്യക്തികളുടെ നേരെയുള്ള ക്രൂരമായ കയ്യേറ്റമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ.